നമസ്കാരം. നമസ്തേ. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ AIMRC. ഇന്ന് ഒരു പ്രത്യേക സബ്ജക്റ്റുമായാണ് ഞാൻ വന്നത്. എൻ്റെ ആത്മരോഷത്തിൽ നിന്നും തികഞ്ഞ അപമാനങ്ങളിൽ നിന്നും ഹോസ്പിറ്റാലിറ്റി ഇല്ലായ്മയുടെ അഥവാ ആതിഥ്യ മര്യാദ ഇല്ലായ്മയുടെ ആ വേദനയിൽ നിന്നാണ് ഞാൻ തലവനായുള്ള AIMRC എന്ന അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചതും അതിൽ താജ് മഹൽ എന്ന ഒരു ഓഡിറ്റോറിയവും കോൺവക്കേഷൻ സെൻറ്ററും അതിൽ അനവധി മ്യൂസിക് തെറാപ്പി ഉപകരണങ്ങളും അനവധി രാജാ രവിവർമ്മയുടെ ഡ്യൂപ്ലിക്കേറ്റ് ചിത്രങ്ങളടക്കം അനവധി എണ്ണച്ചായ ചിത്രങ്ങളും ഏകദേശം 150 പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ഹാളും ഭക്ഷണവും അതിൻ്റെ ക്യാൻറ്റീനിൽ നിന്നാണ് ഞാനിന്ന് ഈ മെസ്സേജ് ലോകത്തിന് നൽകുന്നത്. ഈ താജ്മഹൽ എന്ന് ഞങ്ങളുടെ ഈ 11 ഹെക്ടറിലുള്ള ഓഡിറ്റോറിയത്തിനും ഈ ഹോസ്പിറ്റാലിറ്റി തങ്ങി നിൽക്കുന്ന ഈ സ്ഥാപനത്തിനിടാൻ കാരണം വളരെയധികം വേദന 2020 എനിക്ക് ഹോട്ടൽ താജ് ടാറ്റ ഗ്രൂപ്പ് മുംബൈ, ഞാനും എൻ്റെ ഔദ്യോഗിക സെക്രട്ടറിക്കും ഹോട്ടൽ താജ് ടാറ്റ ഗ്രൂപ്പിൻ്റെ മുംബൈയിൽ പ്രവേശനം സെക്യൂരിറ്റി ഗാർഡുകളും സ്റ്റാഫുകളും നൽകിയില്ല. അവർ VVIPകളെയും VIP-കളെയും മാത്രമേ ഈ ഇന്ത്യയുടെ അഭിമാനമായ താജിൽ പ്രവേശിക്കാൻ സമ്മതിക്കൂ എന്നാണ് അവർ സാധാരണ വേഷം ധരിച്ച ഞങ്ങളെ അവർ കളിയാക്കി വിടുകയും ചെയ്തു. മുംബൈ താജിൽ നിന്നാണ് ഈ അനുഭവം. ഇതെന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. അതിൻ്റെ തിരിച്ചറിവിൽ ഒരു സീനിയർ പ്രൊഫസർ, ലോകത്തിലെ 6 ശാസ്ത്രജ്ഞരിൽ ഒരാൾ, അന്താരാഷ്ട്ര രംഗത്ത് പ്രശസ്തനായ എനിക്ക് ഇത് സ്വയം പറയുന്നതല്ല, ലോകമാധ്യമങ്ങൾ പുകഴ്ത്തിയിട്ടുള്ളതാണ്. എനിക്ക് താങ്ങാനാവാത്ത അപമാനമായിരുന്നു മുംബൈ താജ് ഹോട്ടലിലെ എനിക്കും എൻ്റെ ഔദ്യോഗിക സെക്രട്ടറിക്കും കിട്ടിയ അപമാനവും അവഹേളനവും. ആ സ്ഥാപനം താജ് എനിക്ക് പുറത്തുനിന്ന് കണ്ട്, മുംബൈ ബീച്ചും കണ്ട്, മുംബൈ നഗരവും കണ്ട് എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അതിനുശേഷം എടുത്ത തീരുമാനമാണ് എല്ലാ പാവപ്പെട്ടവർക്കും, സ്ട്രീറ്റ് നിവാസികൾക്കും, സാധാരണക്കാർക്കും, യാചകർക്കും, VVIP VIP-കളല്ലാത്തവർക്ക് മാത്രമായി ദക്ഷിണേന്ത്യയിൽ ഒരു താജ് ഹോട്ടലിന് തുല്യമായി താജ് മഹൽ പണിയണമെന്ന് അന്നെടുത്ത തീരുമാനത്തിൻ്റെ ബാക്കിയാണ് ഞാൻ 2026 താജ് മഹൽ ഓഡിറ്റോറിയം എന്ന താജ് മഹൽ ഹോസ്പിറ്റാലിറ്റി സെൻറ്റർ എന്ന കോൺവക്കേഷൻ സെൻറ്റർ എന്ന ഈ സ്ഥാപനത്തിൻ്റെ പിന്നിലെ പ്രചോദനം. ഇവിടെ യാചകർ മുതൽ ലക്ഷം വീട് സ്ട്രീറ്റ് നിവാസികൾ, SC ST വിഭാഗക്കാർ, ദുരിതമനുഭവിക്കുന്നവർ, മഹാപാവങ്ങൾക്ക് സൗജന്യമായി എൻട്രൻസും, ഞങ്ങളുടെ ചിത്രകലകൾ, ഞങ്ങളുടെ മ്യൂസിക് തെറാപ്പി, ഞങ്ങളുടെ ഹെർബൽ റിസർച്ച് ഗാർഡൻ, അനിമൽ ഹസ്ബൻഡറി, സൈക്കിൾ സവാരി, ബാഡ്മിൻ്റൺ കോർട്ട്, ഞങ്ങളുടെ വിഭവസമൃദ്ധമായ മില്ലറ്റുകൾ കൊണ്ടുണ്ടാക്കിയ ന്യൂട്രീഷണൽ റിസർച്ച് ഫുഡ് എന്നിവ സൗജന്യമായി ആസ്വദിക്കാൻ ഞാൻ ഈ മോശം അപമാനത്തിൽ നിന്ന് ഉണ്ടായ വഴിത്തിരിവിലാണ് ഞാൻ ഇത് പാലക്കാട് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഏത് സ്ട്രീറ്റ് തെരുവ് നിവാസികൾക്കും പാവപ്പെട്ടവർക്കും സൗജന്യമാണ് ഞങ്ങളുടെ താജ്മഹൽ പാലസിൽ. യാതൊരുവിധ എൻട്രൻസ് ഫീസോ ഡൊണേഷനോ സംഭാവനകളോ ഞങ്ങൾ സ്വീകരിക്കാറില്ല. അതുപോലെ തന്നെ ഇതേ ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് ആദ്യമായി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും വാങ്ങിയ എനിക്ക് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന
ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എനിക്ക് അവഹേളനം നേരിട്ട് എൻ്റെ കോഴ്സ് ഫീസ് വാങ്ങി അവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ തരാതെ എന്നെ അവഹേളിച്ചു വിട്ടു. ഇത് രണ്ടും ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് വന്ന എനിക്ക് കിട്ടിയ അപമാനം. പക്ഷേ ടാറ്റ ഗ്രൂപ്പിനെ പറ്റി ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അവരത്രയ്ക്ക് വലിയ സേവനം മഹാനായ ജംഷഡ്ജി ടാറ്റ മുതൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഈ ടാറ്റയുടെ 2 സ്ഥാപനങ്ങളിൽ നിന്നും എനിക്ക് താങ്ങാനാവാത്ത അവഹേളനത്തിൽ നിന്നാണ് എനിക്ക് ആ ഡിപ്ലോമയ്ക്ക് എനിക്ക് 10ാം ക്ലാസ് യോഗ്യത മതിയായിരുന്നു. 35ലേറെ ബിരുദങ്ങളും ഡോക്ടറേറ്റുകളും നേടിയതിന് പിന്നിൽ ഈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ അപമാനവും പരിഹാസവും ഉണ്ട്. താങ്കൾ അതിന് ബുദ്ധിമാന്മാരെയും VVIPകളെയും പണ്ഡിതരെയും മാത്രമേ ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വീകരിക്കൂ. അങ്ങയെപ്പോലെ ഒരാൾ ഈ ഗണത്തിൽപ്പെടില്ല. അങ്ങ് പണ്ഡിതനല്ല, ബുദ്ധിമാനല്ല, യോഗ്യനല്ല എന്നാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നോട് പറഞ്ഞത്. കോഴ്സ് പകുതിയും കഴിഞ്ഞു, പണവും വാങ്ങി. ഞാൻ ബാംഗ്ലൂരിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ HOD ആകുമ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹബ്ബിൽ പഠിക്കാൻ പോയത്. വളരെയധികം വേദനകളാണ്. അതിൻ്റെ ആ അപമാനത്തിൽ നിൻ്റെ ആ ദുരിതത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇന്ന് ഈ അനുഗ്രഹങ്ങളൊക്കെ ദുരിതത്തെ അനുഗ്രഹമാക്കുകയും പ്രശ്നങ്ങളെ അവസരമാക്കുകയും ചെയ്തു. ഇത് നിങ്ങളോട് പറയുന്നത്, ഒരാളും അവഹേളനവും അപമാനം കിട്ടിയാൽ തളരരുത്. അതിന് ഏറ്റവും ചുട്ട മറുപടി എന്ന് പറയുന്ന മധുര പ്രതികാരമാണ്. അപ്പോൾ എൻ്റെ താജ് ഹോട്ടലിൽ നിന്നുള്ള അപമാനവും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നുള്ള അതിൻ്റെ ഹബ്ബിൽ നിന്നുള്ള അപമാനവും നേരിട്ടാണ് ഞാൻ ലോകത്തിലെ ഉന്നതനായ ശാസ്ത്രജ്ഞനും ഗവേഷകനുമായി മാറുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും താജ്മഹൽ കോൺവക്കേഷൻ ഓഡിറ്റോറിയത്തിലേക്കും ഞങ്ങളുടെ AIMRC റിസർച്ച് ഗവേഷണ കേന്ദ്രത്തിലേക്കും ഈ അന്താരാഷ്ട്ര മെഡിക്കൽ ഗവേഷണ കേന്ദ്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാതൊരു പാസും വേണ്ട, ഫീസും വേണ്ട. ഞങ്ങളുടെ ഭക്ഷണവും ആതിഥ്യ മര്യാദകളും പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും യാചകർക്കും രാജകീയമായി വന്നു പോകാം. താങ്ക് യു. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് K. ഗുപ്തൻ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോ മോളിക്കുലർ മെഡിസിൻ ആൻഡ് HOD ന്യൂറോ സയൻസ്, റിസർച്ച് വിങ് AIMRC, ഇൻ്റർനാഷണൽ സെക്രട്ടറി ജനറൽ, ലോക സമാധാന സംഘടന WPO, വേൾഡ് പീസ് ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര ഡയറക്ടർ ജനറൽ, വേൾഡ് റിഹാബിലിറ്റേഷൻ ഓർഗനൈസേഷൻ, സീനിയർ പ്രസിഡൻറ്റ് ആൻഡ് ജുഡീഷ്യൽ മെമ്പർ, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന, ആൻഡ് അംബാസാഡർ ആൻഡ് പ്രൊജക്ട് ഹെഡ്, ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ഒബ്സർവേറ്ററി, വൈസ് ചാൻസലർ, ഇൻ്റർനാഷണൽ പീസ് സ്പിരിച്വൽ കൾച്ചറൽ യൂണിവേഴ്സിറ്റി, സീനിയർ പ്രൊഫസർ, മണിപ്പൂർ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി വിത്ത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. താങ്ക് യു. നമസ്തേ, നമസ്കാരം. ലോകസമസ്ത സുഖിനോ ഭവന്തു. എപ്പോഴും പാവങ്ങളെയും അനാഥരെയും ദുരിതമടിക്കുന്നവരെയും സംരക്ഷിക്കുക. ആരെയും വില കുറച്ച് കാണാതിരിക്കുക. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് any being in the world. That's my message for all. Thank you. അങ്ങേയറ്റം എളിമയോടെ, വിനയത്തോടെ. താങ്ക് യു.